എഴുത്തൊക്കെ ഇവിടെ നിന്നിട്ടാണ് സാർ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നിട്ടാണ്? പ്രകൃതി ഭംഗി ആസ്വദിച്ച് എഴുതാൻ പറ്റില്ല, അറിയാം. സിനിമയിൽ മാത്രമേ കാണുള്ളൂ. അയ്യോ, എങ്ങനെ ഊട്ടിയിലൊക്കെ പോയിരുന്നിട്ട് പുറത്ത് കസേരയൊക്കെ ഇട്ടിരുന്ന് നമ്മൾ ഈ എഴുത്തുകാരൊക്കെ ഭയങ്കര പ്രകൃതി ഭംഗി ആസ്വദിക്കുമ്പോഴേക്ക് എന്താ പറയുക എഴുതാനുള്ള വരുന്നത് അല്ല. അല്ല. കാരണം ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുമ്പോൾ എന്താ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയുടെ കോൺസെൻട്രേഷൻ്റെ ഒരു ഭാഗം കാഴ്ച അപഹരിക്കും. അതിലേക്ക് പോകും. അപ്പം ഞാനൊക്കെ ചെയ്യുന്നത് എഴുതുന്നത് ഒരു കുടുസു മുറിയിലിരുന്ന് എഴുതുള്ളൂ. വളരെ കുടുസായിട്ടുള്ളൊരു മുറിയായിരിക്കും. വേറെ ചിന്തകളൊന്നും. അത് ജനലൊക്കെ അടച്ചിങ്ങനെ അതിനുള്ളിൽ ഞാൻ നിറയും ആ മുറിയിൽ. എന്നിട്ടാണ് എഴുതുക. അങ്ങനെ നിറയാൻ പറ്റുമ്പോഴേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. എനിക്ക് ഇവിടെ ഇങ്ങനെ കുറേ നടന്നിട്ട് എഴുതാൻ പറ്റില്ല. ഇവിടെ ആലോചിക്കാൻ നല്ലതാണ്. വെറുതെ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കാനൊക്കെ നല്ല അന്തരീക്ഷം. അപ്പോൾ ഞാനിത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ ആലോചനയുടെ ഒരു ആലോചന ഗ്രഹമാണ്. ഇവിടെ ചിലരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് എഴുതണം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും പറയും ഇവിടെ ഒന്ന് ആരും എഴുതി പോകുന്നത് പറയും. അല്ല, ഞാനൊന്നുമില്ല, ഞാൻ വന്നപ്പോൾ പറയായിരുന്നു ഇവിടെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലം, ഇവിടെ കുറച്ച് ദിവസം ഇരുന്നാൽ ചിലപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുമായിരിക്കും. നല്ല ആലോചന ഉണ്ടാവും. എഴുതുന്നത് നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ കാഴ്ച കേൾവി എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ മാത്രമായിരിക്കണം, നമ്മുടെ ഭാവന മാത്രമായിരിക്കണം, സങ്കല്പങ്ങൾ മാത്രമായിരിക്കണം. ഒരു ശബ്ദം നമ്മളതിനെ അലട്ടരുത്. കേൾക്കില്ല, ഒന്നും കേൾക്കില്ല. ഇപ്പോൾ എത്ര ശബ്ദമുണ്ടെങ്കിൽ നമ്മൾ കേൾക്കില്ല എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അതപ്പോൾ ഒരു ജനമധ്യത്തിലിരുന്ന് എഴുതിയാലും ഇതൊക്കെ കട്ടായി പോകും കേട്ടോ. ഒന്നും അറിയില്ല. നമ്മുടെ കാഴ്ച കേൾവി എല്ലാം കട്ടായി പോകും ജനമധ്യത്തിലിരുന്ന്. സാർ, ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ജനറേഷൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ തന്നെ കല്യാണം കഴിക്കുമ്പോൾ പോലും അവരുടെ കാശും സ്റ്റേറ്റസും ഒക്കെ നോക്കിയിട്ട് അതെനിക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്കും വളരെ അന്നത്തെ സാറിൻ്റെ ആ ഒരു ഇതൊന്ന് പറയാമോ സാർ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ മാറ്റം സാർ പറഞ്ഞില്ലേ, മുമ്പ് സ്വയംവരമായിരുന്നു, കഴിവ് നോക്കിയിട്ടായിരുന്നു ജീവിത പങ്കാളിനെ തിരഞ്ഞെടുത്തത്. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, കട്ട് കാശുണ്ടാക്കിയാലും കാശുള്ളവനാണോ അല്ല. പക്ഷെ കൂടുതലും തോന്നുന്നു ഫാമിലി ആയിട്ട് അവരും കൂടെ കുറച്ച് ഫോഴ്സ് ചെയ്യലും കൂടെ ഉണ്ട്. ഫാമിലിയാണ് പഠിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനം നമ്മളിപ്പോൾ ഒരു പണ കേന്ദ്രീകൃത സമൂഹമായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നമ്മൾ പലപ്പോഴും മൂല്യങ്ങൾ തകരുന്നു, നമ്മുടെ ആത്മബന്ധങ്ങൾ തകരുന്നു, സ്നേഹമില്ലായ്മ, ഇതൊക്കെ എപ്പോഴും എല്ലാവരും പറയുന്ന പരാതിയാണ്. ഇല്ല, ഇപ്പോൾ ഒരു 98% ഭാര്യമാരും പറയുന്നു എന്നെ സ്നേഹിക്കുന്നില്ല, പറ്റിപ്പോയി, പറ്റി. ഇത് തന്നെയാണ് ഭർത്താക്കന്മാരും പറയുന്നത്. ഓ കുടുങ്ങി, ഒരു കുരിശ് വന്ന തലയിൽ കുടുങ്ങി എന്നാണ് പറയുക. ഇവർ രണ്ടുപേരും എന്തുകൊണ്ട് പറയുന്നു? കുട്ടികൾ പറയുന്നത് അമ്മയ്ക്ക് സ്നേഹമില്ല, അച്ഛന് സ്നേഹമില്ല. അപ്പം എല്ലാവരും സ്നേഹമില്ലായ്മയുടെ ഒരു ഇതിലാണ് കിടക്കുന്നത്. അസ്വസ്ഥമാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നില്ല. പണ്ട് നമുക്ക് ജീവിതത്തിന് ചില നീതി ബോധങ്ങളുണ്ടായിരുന്നു. സ്നേഹത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പങ്ങൾ വേറെയായിരുന്നു. ഒരാളുടെ ഉന്നതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഔന്നത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം വേറെയായിരുന്നു. ഉന്നതനായ ഒരാളെന്ന് പറയുന്നത് നമ്മൾ വേറെയാണ്. ഇന്ന് ഉന്നതനായ ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാശുണ്ടാക്കുന്ന ആളാണ്. അയാൾ വരുമ്പോൾ നമ്മളെല്ലാവരും എഴുന്നേറ്റ്. അയാൾ കള്ളക്കടത്ത്, കൊലപാതകം, തീവ്രവാദം കൊണ്ടാണ് കാശുണ്ടാക്കുന്നത്, അല്ലേ? ഈ കാശുള്ള ആൾ വന്നാലും നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് ഉള്ളൂ. അതേസമയം ഉന്നതനായ ഒരാൾ വരുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യില്ല. ആരാണ്? കുപ്പായൊക്കെ മോശമാണ്, അയാൾ നടന്നു വന്ന ആളാണ്, വലിയ കാറിന് വന്ന ആളല്ല. അപ്പോൾ നമ്മുടെ സമൂഹം നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പണം ഏറ്റവും വലിയ ഒരു ലക്ഷ്യവും മാർഗവുമായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് എല്ലാത്തിൻ്റെ അപകടം. വിവാഹത്തിലൊക്കെ ബാധിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. പണം ഏറ്റവും വലിയ കാര്യമായിട്ട് മാറി. ഒരാൾ സമ്പന്നനാണെങ്കിൽ എന്താ കുഴപ്പം അയാൾക്കെന്നകത്ത് ചോദിക്കുക. ഗാർഡിയൻസ് എല്ലാവരും ചോദിക്കുക, നല്ല പണമുണ്ട്, പണമുണ്ടതുകൊണ്ട് മനസ്സ് സമാധാനമാവും. 1 കോടി രൂപ ഉണ്ട്, 1 കോടി രൂപ അലമാരിൽ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ, മനസ്സമാധാനമില്ല. മനസ്സമാധാനം ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു. ഈ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ട് തോന്നുന്നു. നമ്മളൊന്നും തലോടാനും ഒരാളില്ല, അല്ലെങ്കിൽ ഒരു വാക്ക് പറയാൻ ആളില്ല, നമുക്കൊന്നും കരയാനൊരാളില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഭയങ്കര ദുരന്തമാണ്. ഈ 1 കോടി രൂപയ്ക്ക് ഒരു വിലയില്ല. ഈ 1 കോടി രൂപേനേക്കാളും വലുതാണ് നമ്മുടെ സങ്കീർണമായ സംഘർഷഭരിതമായ ഒരു നിമിഷത്തിലെ ഒരു തോളം തട്ട് സാരല്ലടാ എന്ന് പറഞ്ഞാൽ അത് തരുന്നൊരു ചാർജുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് സൊസൈറ്റി മുഴുവൻ നഷ്ടമാകുന്നത്. ഒരാളില്ല. അങ്ങനെ പലരും പറയാറുണ്ട്, പറയാനൊരാളില്ല. അതുകൊണ്ടാണ് ആത്മഹത്യകൾ കൂടുന്നതിൻ്റെ ഒരേ ഒരു കാരണം അതാണ്. അല്ലാതെ നമ്മൾ പലപ്പോഴും ആത്മഹത്യ കൂടുന്നത് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. കർഷകർ ആത്മഹത്യന് വേറെ സാമൂഹ്യമായ കാരണങ്ങളുണ്ട്. അത് നമ്മൾ ആരും വിശകലനം ചെയ്യില്ല. എന്താ സാമൂഹ്യമായ കാരണം?
കടം എടുത്തിട്ട് പിന്നെ ഇതാണ് തിരിച്ചു കെട്ടാനല്ലേ വെള്ളമടി. കടം എടുത്തിട്ട് കള്ളുടി. ഞാൻ വിചാരിച്ചു കടം കൊടുത്താലുള്ള നിരന്തരമായ പീഡനല്ല. കടം പണ്ട് കാലത്തും ഈ കടം വാങ്ങുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതെ. ഒരു കൃഷിക്കാരൻ കടം വാങ്ങുന്നു, അയാൾ കൃഷിയിൽ ഗുണപരമായിട്ട് ഉപയോഗിക്കുന്നു, കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എന്ത് മുസ്ലിം പവർ ഇപ്പെട്ട നല്ലതാണ്, നല്ല കാശ ഇല്ലേ? അപ്പം അറിയാത്തൊരു കൃഷിയിൽ കൊണ്ടത് ചെയ്യുക, അതെ, ചെയ്ത് അതിൻ്റെ ഒരു ഇത്തിരി തകരാറാകുമ്പോൾ തുടങ്ങും വെള്ളമടി. അതിന്റെ ഒരു കാരണം പറഞ്ഞ് വെള്ളമടി. ഇപ്പം എല്ലാത്തിനും ഇപ്പോൾ അതിന് ആരും ഒന്നും പറയുന്നില്ല അല്ലേ? നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന സംഗതിയാണ് മദ്യപാനം. മദ്യപാനം ചെറിയ കുട്ടികൾ വരെ അതിലേക്ക് ആസക്തരാകും. ഇപ്പം നമ്മൾ ഈ ബാറിലൊക്കെ പോകുമ്പോൾ കാണാം, ഹൈസ്കൂളൊക്കെ കഴിയുമ്പോൾ തൊട്ടിട്ട് കുട്ടികൾ വലിയും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, സങ്കടം വന്നാലും സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും അത് മാത്രമല്ല, നമ്മൾ എന്തിനാണ് മദ്യം സൊസൈറ്റിയിൽ മദ്യം നിഷേധിക്കേണ്ട കാര്യമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമുക്ക് മദ്യമുണ്ട്. ശ്രീകൃഷ്ണൻ മദ്യപിച്ചിരുന്നറിയോ? ഭഗവാൻ കൃഷ്ണൻ മദ്യപിച്ചിരുന്നു. അതിനൊക്കെ വളരെ 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 മുമ്പ്, അതിനൊക്കെ വളരെ മുമ്പാണല്ലോ. കാരണം ദ്വാരകയിൽ ആരും ഇനി വാറ്റാൻ പാടില്ല എന്ന കൃഷ്ണൻ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മദ്യപാനം കൂടിയിട്ട് ദ്വാരകയിൽ ഒരു കാര്യം ഈ മറ്റേ യാദവരൊക്കെ ഭയങ്കര മദ്യപാനികളായിട്ട് മാറി. അപ്പോൾ ഇനി വീടുകളിൽ മദ്യം വാറ്റരുത് എന്നാൽ അത് വളരെ നിയമം ഉണ്ടാക്കണമെന്നൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ മദ്യം ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി മദ്യം നമ്മുടെ പലപ്പോഴും നമ്മുടെ സംഘർഷങ്ങൾ ഒഴിവാക്കും. ഇതാണ് മദ്യം ചെയ്യുന്നൊരു കഴിയും. കാരണം പെട്ടെന്ന് ഇൻഹിബിഷൻസ് പോകും. നമ്മളൊരു സങ്കടം അങ്ങനെ അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ സങ്കടം പെട്ടെന്ന് പൊട്ടും. പക്ഷെ പൊട്ടിയാൽ ഇതൊരാളുടെ അടുത്ത് നിന്ന് പറയണം, ഒന്ന് കരയണം. മറ്റു ചിലർ കരയുന്നതാണ്. നമ്മുടെ മദ്യം അങ്ങനെയല്ല, നമ്മൾ മദ്യം അപ്പോൾ അതിന് വേണ്ടുന്നൊരു അളവേ കഴിക്കാമുള്ളൂ. അതിൽ പെട്ടെന്ന് നമുക്ക് ഈസി വരും, നമ്മുടെ ടെൻഷൻസ് കഴിയും. അതിൽ ചെറിയൊരു ആഹ്ലാദം ഉണ്ടാകും. ചിലർക്ക് സ്നേഹം കൂടും. അങ്ങനെയൊക്കെയാണ് മദ്യത്തിൻ്റെ പ്രവർത്തനം. ഇത് നമ്മളങ്ങനെയല്ലോ, തലയ്ക്കൊരു ഒറ്റ അടി അടിച്ചോടെ മദ്യം കഴിക്കുള്ളൂ. ഞാനിപ്പോൾ വരുന്ന വഴി ഇപ്പോൾ ഒരു ഷാപ്പ് ഇങ്ങനെ തുറന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം, പുഴയുടെ തീരത്താണ്. നമുക്ക് അവിടെ കള്ള് കിട്ടുമെന്ന് നോക്കാം. ഞാൻ നിങ്ങൾ ഇറങ്ങിയിട്ട് ചെത്ത് കള്ള് കിട്ടുമോ എന്ന് ചോദിച്ചു. ചെത്ത് കള്ള് കിട്ടില്ല സാർ, ചെത്തുകൾ ഇവിടെ ആരും ഉപയോഗിക്കില്ല. നല്ല ചെത്ത് കള്ള് ആരും ഉപയോഗിക്കില്ല. കാരണം മറ്റേ ആനമൈക്ക് കളിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. കാരണം നമുക്ക് വേണ്ടത് തലയ്ക്കൊരു അടി അടിക്കണം, ബോധം ഉണ്ടാവരുത്. അല്ല പിന്നെ അതുകൂടാണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരെ മൊത്തം ചീത്ത വിളി മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് സംഘർഷങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു ക്രിമിനൽ ജീവിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ പല കുട്ടികളുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ ജീവിക്കുന്നുണ്ട്. ആ ക്രിമിനലിനെ സമ്മാനിച്ചതിൻ്റെ ഒരു ഉത്തരവാദിത്വം സിനിമയ്ക്കാണ്. അങ്ങനത്തെ സിനിമകളല്ലേ ഭൂരിഭാഗം. നമുക്ക് ആക്ഷൻ സിനിമകളല്ലേ, ആളുകൾ ഇങ്ങനെ തിരുനരം കൊല്ലുക, വണ്ടിയിൽ നിന്ന് വണ്ടി ഡോറ് തുറന്ന് വയ്ക്കുക, വെടിവെച്ച് കൊല്ലുക. ഇത് അല്ല, അങ്ങനെ ചെയ്യാം, അതെല്ലാ കലകളിലുണ്ട്. പക്ഷേ ഇതൊരിക്കലും നമ്മളെ ആഹ്ലാദിപ്പിക്കില്ല. ഇതിപ്പോൾ ഒരാളൊരു നായകൻ വന്നിട്ട് കുറേ ആൾക്കാരെ കൊല്ലുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ടും ഈ കൊല ആഹ്ലാദമാകുന്നൊരു കലയാണ് ഇപ്പോൾ സിനിമ. അത് ഭയങ്കര സാമൂഹ്യ വിരുദ്ധമാണ്. സിനിമ സമൂഹത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഈ ആളുകളുള്ളിൽ അറിയാതെ ഒരു അക്രമവാസന, അക്രമത്തെ ആരാധിക്കുന്നൊരു വാസന. നമ്മുടെ നായകന്മാർ, സൂപ്പർ നായകന്മാരൊക്കെ ഇങ്ങനത്തെ ആളുകളാണ് അല്ലേ? ആളുകളെ കൊല്ലുകയും അടിക്കുകയും ചെയ്യുന്ന ആളുകൾ, വലിയ ആളായി എല്ലാവരും പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു. നമ്മൾ ആരാധിക്കവരെ. അപ്പം നമ്മൾ ഈ ആരാധനയിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരു അക്രമിയെയും നമ്മൾ പതുക്കെ ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് കള്ളു കുടിച്ചാൽ ഉടനെ അപ്പം അടിക്കണം, കണ്ടന അടിച്ചിട്ട് പോയിട്ട് അപ്പം ഉള്ളത്. പക്ഷെ പണ്ട് കാലത്തും ഈ കള്ളുകൂടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൂടെ ഒരാൾ എന്നും വൈകുന്നേരം ഒരു 7 മണി ആവുമ്പോൾ കള്ളു കുടിച്ചു. ഭയങ്കര പാട്ടാണ്. കള്ളു കുടിച്ചാൽ അപ്പം തുടങ്ങും പാട്ട് പാടും. പിന്നെ ഇംഗ്ലീഷ് പറയും ഇടയ്ക്കിടയ്ക്ക്. മൂപ്പരെപ്പോഴും പറയുന്നൊരു ഇംഗ്ലീഷ് ഉണ്ട്, AW വാട്ട്. AW വാട്ട്, ഇതാണ് മൂപ്പർ ഇംഗ്ലീഷ്. എന്ത് പറഞ്ഞാലും AW വാട്ട് എന്തിനു മൂപ്പർ ഈ AW വാട്ട് പറയും. പിന്നെ നല്ല പാട്ട് പാടും.
അപ്പോൾ ഈ വരുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ ചായക്കടയിലുള്ള ഉണ്ടംപൊരി, സുഖിയൻ, അല്ലെങ്കിൽ പരിപ്പ് വട, ഇതൊക്കെ പൊതിയുണ്ടാവും. പിന്നെ ചെറിയ ചെറിയ ചില ഈ അന്ന് ഈ അന്തിച്ചന്തകളിലൊക്കെ എല്ലാ സാധനം കിട്ടും. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അന്തിച്ചന്തകളിൽ ഇപ്പോൾ നമുക്ക് കുപ്പായങ്ങൾ കിട്ടും, ചെറിയ കുപ്പായങ്ങൾ, ഷഡ്ഡികളൊക്കെ, കുട്ടികൾക്കുള്ള ഷഡ്ഡി, ഇതൊക്കെ വാങ്ങും. പിന്നെ വാങ്ങിക്കൊണ്ടിരുന്നൊരു വീടിന് ഉപദ്രവമായ സാധനം വാങ്ങും, മീൻ. ഈ 7 മണിയാകുമ്പോൾ ഈ ആളുകളൊക്കെ ചന്ത പിരിയും, മീൻ ചിലവാണ്ടിരിക്കും. അപ്പോഴാണ് മൂപ്പര് അടി കഴിഞ്ഞിട്ട് വരുന്നത്, മറ്റടിച്ചിട്ട് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ മത്തി, ചാള ഇങ്ങനെ കിടക്കണ്ടാവും, അതായത് മൊത്തം. അപ്പോൾ അവർ നിസ്സാര കാശിന് കൊടുക്കുക, 1 രൂപ എന്നൊക്കെ പറഞ്ഞത്. ഇത് മുഴുവൻ ചമ്മലുണ്ട്, സ്നേഹം കൊണ്ടാ. ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടല്ലോ. രാവിലെ പോകുന്നപ്പോൾ ചീത്ത പറഞ്ഞിട്ട് മോളൊക്കെ പിടിച്ച് തല്ലിയിട്ടയക്കുമ്പോൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടാവുക. ഈ തിരിച്ച് പറഞ്ഞ ഒരു കുപ്പി അടിച്ചു കഴിയുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ സ്നേഹം അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് മക്കൾക്ക് അത് വരുമ്പോൾ വീടിൻ്റെ മുറത്തൊക്കെ വരുമ്പോൾ അറിയാം, എലിക്കുട്ടിയേ എന്നൊക്കെ വിളിക്കും, അല്ലേ, വിളിക്കും. അപ്പം അറിയാം. അപ്പോൾ അവിടെ വരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഭാര്യ ഇവിടെ കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ടുണ്ടാവും. മീൻ, ഒരു കുന്ന് മീൻ. ഇത് രാത്രി മുഴുവൻ ഈ സ്ത്രീ ഇരുന്നുണ്ടാകും, അത് ചീഞ്ഞു ഉണങ്ങിയിട്ടുണ്ടാവും. ഇതൊന്നും മൂപ്പിനെ സംഭവിക്കില്ല. അന്ന് അത് അതിൻ്റെ പേരിൽ ചെറിയ ചെറിയ ചില്ലറ എന്നെ അങ്ങനെ തട്ടും. അതെ, പക്ഷെ ഒരിക്കലും ഒരു ഭാര്യയും എന്നെ ഇന്നത്തെ കാലത്തെ പോലെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കുന്നു പറയില്ല. അന്ന് ചില തട്ടുമുട്ടൊക്കെ ഉണ്ട്, ചില തട്ടുമുട്ടൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ട്. ഭാര്യയും ഭർത്താവും കൂടി ഒരടി, ഭാര്യ ഭർത്താവിന് ഒരടി കൊടുത്തു, ഭർത്താവ് ഭാര്യയ്ക്ക് ഒരടി. അന്ന് കഴിഞ്ഞു, അത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എങ്ങനെ അവളെ കൊല്ലാമെന്ന് നമ്മൾ കൊട്ടേഷൻ ഏൽപ്പിക്കുക. അവളുടെ മുമ്പിൽ നമ്മൾ വളരെ ചിരിച്ചിട്ട് ഐ ലവ് യു എന്നൊക്കെ പറയും, അല്ലേ? ഇത് കേൾക്കുമ്പോൾ എനിക്ക് അറപ്പാ തോന്നുന്നു. പറഞ്ഞിട്ട് കൊട്ടേഷൻ ഏൽപ്പിക്കും. പക്ഷെ ഇപ്പൊ സ്ത്രീകളുടെ ഭാഗത്ത് നോക്കിയാൽ എന്തെങ്കിലും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എന്നെ തല്ലി അല്ലെങ്കിൽ വല്ലതും അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഒരു വിവാഹം ബന്ധിപ്പിക്കുന്നത് സ്നേഹത്തിലാണ് ബന്ധിക്കുന്നത്, താലിയിലൊന്നല്ലേ, പണത്തിലല്ല. വിവാഹം എന്ന് പറയുന്നത് പിന്നെ വേറൊരു എനർജി ലെവലുണ്ട്, ഇത് നമ്മൾ ഒരിക്കലും പരിഗണിക്കാറില്ല. അപ്പം എൻ്റെ എനർജി ലെവലും എൻ്റെ ഒരു ബെറ്റർ ഹാവിൻ്റെ എനർജി ലെവലും നമ്മൾ ചേരുന്നൊരു എനർജി ലെവൽ വേണം, എന്നാലേ സ്നേഹമുണ്ടാവുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഓപ്പോസിറ്റായുള്ള എനർജി ലെവലുള്ള സ്ത്രീയായിട്ട് ഞാൻ എങ്ങനെയാണ് ചേരുക? ചേരാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഒത്തു കിട്ടുന്നവരാണ് വളരെ ആഹ്ലാദകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നത്. അത് പ്രണയമാണ് അവസാനം വരും. നമ്മുടെ ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, വളരെ പ്രശസ്തനായ ഒരു റഷ്യൻ പെയിൻറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ കൊടൈക്കനാലിലാണ് താമസിച്ചത്. വളരെ പ്രസിദ്ധനാണ്. റഷ്യയിൽ അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ട്, ഇന്ത്യയിലും സമ്പത്തുണ്ട്. അദ്ദേഹം വിവാഹം കഴിക്കുന്നത് ദേവിക റാണി എന്ന് പറഞ്ഞ പഴയൊരു ഹിന്ദി നടിയെ. ദേവിക റാണിയാണ് വിവാഹം കഴിച്ചത്. അവർ മരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കാലത്താണ് മരിച്ചിട്ടുണ്ടാവുകയും മരിച്ചത്. ഇവർ വളരെ പ്രായമായിരിക്കുന്നു. ഒരാൾക്ക് 50 വയസ്സ്, മറ്റൊരാൾക്കൊരു 75 വയസ്സ്, ഇത്ര പ്രായമാണ്. ഇന്നും ഇത്രമാത്രം പ്രണയാർദ്രരായിട്ട് ജീവിക്കുന്ന ദമ്പതിമാരെ ഞാൻ കണ്ടിട്ടില്ല. ദേവിക റാണിയുടെ മുഖത്ത് നോക്കി എത്ര മണിക്കൂർ വേണമെങ്കിലും അദ്ദേഹം ഇരിക്കും. അപ്പോൾ രാവിലെ എന്താ ഈ ജോലിക്കാരുണ്ട്, ബംഗ്ലാവിൻ്റെ ജനലിനടുത്ത് ആദ്യം ദേവിക റാണി കൊണ്ടിരുത്തും, ഒരു കസേര കുളിപ്പിച്ചൊക്കെ കൊണ്ടിരുത്തും. അതിൻ്റെ ഓപ്പോസിറ്റ് കസേരയിട്ട് ഇദ്ദേഹത്തെ കൊണ്ടിരുത്തും. അവരിങ്ങനെ നോക്കി. അങ്ങനെ ഈ അവരൊരുമിച്ചാണ്. ഒരാൾ ആശുപത്രിയിലാക്കി മറ്റേയാളെ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യും, അടുത്ത ബെഡിൽ. അങ്ങനെ വേർപിരിയാതെ എത്ര വാർദ്ധക്യമായിട്ടും ജീവിക്കാൻ പറ്റും. അത് അവരുടെ എനർജി ലെവൽ അത്രതാ, പിരിയാൻ പറ്റില്ല അവർക്ക്. അപ്പം അങ്ങനെ എനർജി ലെവലുള്ള ആളുകൾ തമ്മിൽ കണ്ടുമുട്ടുന്നില്ല, അല്ല അത് നമ്മൾ ശ്രദ്ധിക്കില്ല. നമുക്ക് നോക്കുന്ന പണം. ഈ പണം കൊടുത്ത് കല്യാണം കഴിച്ച് പോയിട്ട് 2ാമത്തെ ആഴ്ച മുതൽ പെണ്ണും ആണും അനുഭവിക്കുന്ന ഒരു സംഘർഷമുള്ള ജീവിതമുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെങ്ങനെ പിന്നെ അത് അനുഭവിക്കുക? ആ കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന ഇതേ സംഘർഷഭരിതമായ കണ്ടു വളരുന്നത് മാത്രമല്ല, ഈ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അത് വലിയ കാര്യമാണ്. അത് കുട്ടികളായിട്ട് നമ്മൾ എങ്ങനെ ഇടപെടണം? അമ്മമാരാണ് കുട്ടികളെ വളർത്തുന്നത്. ഞാൻ അമ്മയെ ആരാധിക്കുന്നു. ലോകത്ത് എല്ലാ അമ്മമാരെയും ബഹുമാനിക്കുന്നതാണ്. നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നത് അതുകൊണ്ടാണ്. സത്യമാണ്. ഞാൻ ഇടപെട്ട ഒരു സ്ത്രീ പോലും, ഈ ലോകത്ത് ഒറ്റ സ്ത്രീ പോലും ലോഹിതദാസ് എന്നെ അനാവശ്യമായിട്ടൊന്ന് നോക്കി, ലോഹിതദാസ് എന്നോട് അനാവശ്യമായിട്ടൊരു സംസാരിച്ചു, എന്നെ ഒന്ന് കമൻറ്റ് ചെയ്തതെന്ന് ലോകത്ത് ഇന്ന് വരെ ഒരു സ്ത്രീയും പറയില്ല.
കാര്യം ലോഹിദാസിനെ കുറിച്ച് ലോഹിദാസ് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പുറത്ത് ആൾക്കാർ പറയുമായിരിക്കും, അത് വെറും മാസം. അത് ഉണ്ടാവുന്നതാണല്ലോ. പക്ഷേ ഇന്ന് വരെ ഒരു സ്ത്രീ അയാളെ പോയപ്പോൾ അയാൾ എന്നെ ഒരു വൃത്തിയുടെ നോട്ടം നോക്കിയിരുന്നത് ലോഹിദാസിനെ കുറിച്ച് പറയില്ല. അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു, സിനിമയിലൊക്കെ പലരൊക്കെ ചില കണ്ടീഷൻസൊക്കെ പറഞ്ഞ് അഭിനയിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഒരു പെൺകുട്ടി പറയില്ല ലോഹിദാസ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ സിനിമ അഡ്ജസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ വാക്കുകളുണ്ട്, അങ്ങനത്തെ ഒരു വാക്ക് ലോഹിദാസ് എന്നോട് ഉപയോഗിച്ചെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല, നോക്കിന്ന് പറയാൻ പറ്റില്ല. അയാളൊരു ഞാൻ നടന്നു പോയപ്പോൾ അയാൾ എന്താ ഒരു അടിമുട്ടി എന്നെ നോക്കി എന്നൊക്കെ പലരും പറയാറില്ല, ഒരാൾക്ക് പറയാം. എനിക്ക് അത്ര അതെ, എനിക്ക് സ്ത്രീകളെ ഞാൻ അങ്ങനെ ആരാധിക്കുന്ന ആളാണ്. കാരണം സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഞാൻ കാണുന്നത് അമ്മ എന്നുള്ള ഒരു ലോകത്ത് പുരുഷനില്ലാത്ത ശേഷി അത് തന്നെയാണ്. ഒരു പുതിയ തലമുറ ഉണ്ടാക്കാനുള്ള ശേഷിയും അതിൻ്റെ മുഴുവൻ മെക്കാനിസവും അതിൻ്റെ മുഴുവൻ ഊർജവും കൊടുത്ത് ഈശ്വരൻ സൃഷ്ടിക്കുന്ന സമ്പൂർണ്ണമായ സൃഷ്ടി എന്ന് പറയുന്നത് സ്ത്രീയാണ്. വേറൊരു സൃഷ്ടിയല്ല. പുരുഷനൊരു പ്രസക്തമായ പണ്ട് കാലത്തൊക്കെ അച്ഛനാരാൻ ചിന്തിച്ചിരുന്നില്ല, അറിയോ? ഇപ്പോഴല്ലേ അച്ഛൻ അത്രേ ഉള്ളൂ. അത് പേരൊക്കെ ഇരുന്നപ്പോൾ എന്താ പേര്, നിങ്ങളുടെ പേര് എന്താണ് ഇപ്പോൾ? എന്താ അന്ന. അന്ന എന്ന് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നയുടെ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ അമ്മയാണ്, അച്ഛനായിരുന്നില്ല. അമ്മയുടെ പേരാണ്. അപ്പോൾ അന്ന് കാലത്ത് ഇപ്പോൾ അച്ഛന് പ്രസക്തി അമ്മാവനായിരുന്നു പ്രസക്തി. അമ്മാവന് പ്രസക്തി അമ്മാവനാണ് സ്വത്തിന് അധികാരി. അപ്പോൾ ഈ സ്വത്ത് അധികാരം അമ്മാവനിൽ നിന്ന് അച്ഛനിലേക്ക് മാറിയപ്പോഴാണ് അച്ഛന് പ്രസക്തിയായത്. അതിനുമുമ്പ് അച്ഛന് പ്രസക്തി ഉണ്ടായില്ല. ഒരു കാലത്തും ഒരു രാജ്യത്തും അച്ഛന് വലിയ പ്രസക്തിയില്ല. കാരണം സമ്പൂർണ്ണം അമ്മ തന്നെയാണ്. പണ്ടൊക്കെ ഗോഡസുകളല്ലേ വീനസൊക്കെ സ്ത്രീകളായിരുന്നല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഹിന്ദുസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദിപരാശക്തിയാണ് ഏറ്റവും വലിയ ആൾ. ഈ ആദിപരാശക്തി എന്ന് വന്നതാണ് ബ്രഹ്മ വിഷ്ണു ശിവൻ എന്നൊക്കെ പറയുന്ന സങ്കല്പം. അപ്പോൾ എല്ലാത്തിനും വേണം. നമുക്ക് അമ്മ മഹാറാണിയാണുള്ളത്. ഇപ്പോൾ തിരുവിതാംകൂർ അമ്മ മഹാറാണിയാണ്. അതെല്ലാ കൊട്ടാരത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവജാലങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഒരു ഉറുമ്പിൻ കൂട് നോക്കൂ. ഉറുമ്പിൻ കൂട്ടിലെ ഏറ്റവും വലിയ ആളാരാ? റാണിയെ കൊണ്ട് നീങ്ങുന്നു. അങ്ങോട്ടാണ് സമൂഹം. തേനീച്ചകൾ, ആനക്കൂട്ടം. നമ്മുടെ ധാരണ ആനക്കൂട്ടത്തിൻ്റെ കൊമ്പനാണ്, പെണ്ണാന. പ്രകൃതിയിലെ എല്ലാ ജന്തുജാലങ്ങളുടെയും നേതൃത്വം വഹിക്കുന്നത് പെണ്ണാണ്. മനുഷ്യ ഈ അടുത്ത കാലത്ത് മാറിയതാണ്. മനുഷ്യ മാറാനുള്ള പ്രധാന കാരണം സ്ത്രീയുടെ സ്ത്രീത്വത്തെ നിഷേധിക്കുക. ഞങ്ങളുടെ അവകാശമല്ല പ്രസവം, ഞങ്ങൾക്ക് പീഡനം എന്ന് പറഞ്ഞാൽ പീഡനമാണോ? പ്രസവമാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം. സ്ത്രീയാണ് സമൂഹത്തിൻ്റെ ആദ്യ ഗുരു സ്ത്രീയാണ്. അമ്മ കഴിഞ്ഞിട്ട് ഗുരുവുള്ളൂ ലോകത്ത്. അമ്മയാണ് പിതാ, പിന്നീട് പറയുന്നത് മാതയാണ് ദൈവം, മാതയാണ് ഗുരു. അമ്മ നന്നായിട്ട് പഠിപ്പിക്കുകയാണ്. അമ്മ പറയണടാ മോനെ അങ്ങനെ ചെയ്യരുത്, മോളെ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് എഴുതുക. മോളെ ഇങ്ങനെ ചിന്തിക്കണം, അങ്ങനെ ചിന്തിക്കണം. നല്ല അമ്മ വളർത്തിയ ഒരു മക്കളും പിഴക്കില്ല. നല്ല അമ്മ വളർത്തിയ ഒരു മക്കളും അമ്മയുടെ ഇഷ്ടം വിട്ട് പോവില്ല. ഇന്ന് നമ്മുടെ അമ്മയുടെ അവസ്ഥ എന്താണ്? അമ്മയെ മക്കൾ കൈവയ്ക്കുന്നു. അല്ലേ? ചെറിയ കുട്ടികളൊക്കെ പല അമ്മയെ തല്ലി ഞാൻ വളരെ എളുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമേ സംഭവിക്കുന്നുണ്ട്. അതറിയോ? തമിഴ്നാട് കടന്നു നോക്കൂ. നിങ്ങൾ തമിഴ്നാട്ടിൽ സഞ്ചരിച്ച് നോക്കൂ. അമ്മ എന്ന് പറഞ്ഞപ്പോഴും ദൈവം. ഞാനിപ്പോൾ അതിനൊരു സിനിമ ചെയ്യണമെന്ന് ആലോചിക്കുന്നു. ഞാനിപ്പോൾ പൊള്ളാച്ചിയോട് കടന്നു പോകുമ്പോൾ ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ ഒരു ഉദ്ദണ്ഡൻ നല്ല തടിയനായ ഒരു മകനാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാവും. ഒരു ചെറുപ്പക്കാരനെ, ഒരു 10-22 വയസ്സുണ്ട്, കുളിപ്പിക്കല അടിക്കുന്നു. അമ്മ വഴി ഇങ്ങനെ ഒരു മെലിഞ്ഞൊരു സ്ത്രീ, ഒരു കറുത്ത സ്ത്രീ, നായ ചെറു നായ എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നു. അവനൊക്കെ പറഞ്ഞ് അവൻ കൈകാലം പിടിക്കുക. ഉദ്ദണ്ഡൻ. എന്നിട്ട് അവനെ പൈപ്പിനടിയിലേക്ക് വെച്ചിട്ട് തലയിൽ വെള്ളം ഒഴിക്കും. കള്ളു കുടിച്ച് വന്നാണ് പകൽ. അമ്മയ്ക്ക് പേടിയാണ്. കള്ളു കുടിച്ചൊരു മകനെ അമ്മയ്ക്ക് ഭയമാകുന്ന കേരളമാണ്. നമ്മളതിനെക്കുറിച്ചൊന്നും ആരും ആലോചിക്കുന്നില്ല. സാംസ്കാരിക നായകന്മാർ ആലോചിക്കുന്നില്ല. ഒരാളും അത് പറയുന്നില്ല, ചൂണ്ടിക്കാണിക്കപ്പെടത്തില്ല. ഇവിടെ സാംസ്കാരിക വകുപ്പ് ചൂണ്ടിക്കാണിക്കപ്പെടില്ല, ശ്രദ്ധിക്കുന്നില്ല. കേരളം ഇത്രമാത്രം മദ്യാസക്തിയിൽ മുങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ആരും സർക്കാർ ബോധേടമല്ല.
അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് കേരളത്തിൻ്റെ കുടുംബാന്തരീക്ഷം തകർന്നുകൊണ്ടിരിക്കുന്നു. സർക്കാർ അതിനെക്കുറിച്ച് ബോധേടല്ല. എന്താണ്, എവിടെയാണ് പിഴ സംഭവിക്കുന്നത്? ഇത് മലയാളത്തിന് മാത്രം സംഭവിക്കുന്നു, ലോകത്ത് മുഴുവൻ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ചെന്ന് നോക്കിയുള്ളൂ, അവിടെ ഒരു ശക്തമായ കുടുംബ വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്കിപ്പോഴില്ല. നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഈ കാരണവരെ എങ്ങനെ ഇവിടെ നിന്ന് മാറ്റാം അല്ലേ? അച്ഛനമ്മേനെ എങ്ങനെ മാറ്റാം? ഏത് പേരും കൂടെ കേരളത്തിൽ ഇപ്പോൾ അതുകൊണ്ട് വൃദ്ധസാധനങ്ങൾ 50-60 വയസ്സാകുമ്പോൾ ഡെപ്പോസിറ്റ് ഇടും. കാരണം ആദ്യം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാശ് കുറവുണ്ട്. അപ്പം അങ്ങനെ എന്തുകൊണ്ട് അത് വലിയൊരു സാമൂഹിക തകർച്ചയാണ്, അറിയോ? സാംസ്കാരിക തകർച്ചയാണ്, സാമൂഹിക തകർച്ചയാണ്. എത്ര വലിയ ഉന്നതമായ സാമ്പത്തിക മേഖലകൾ നമ്മൾ കൈയടക്കിയാലും ജീവനം നഷ്ടപ്പെട്ടാൽ പിന്നെന്തിനാണത്? ജീവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയാളിയാണ്. മലയാളി അതിനെക്കുറിച്ച് ബോധയിടയില്ല. മലയാളം എപ്പോഴും പണം, അങ്ങനെ പറഞ്ഞാൽ അവിടുത്തെ പണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കും. പെട്ടെന്ന് അങ്ങനെ പണം ഉണ്ടാക്കാം. അത് മുകളിൽ തൊട്ട് താഴെയുള്ള ആൾക്കാർ, താഴെ ഒരു ചെറിയ ഒരു കർഷക തൊഴിലാളി പോലും, അല്ലെങ്കിൽ താഴെ ഒരു സാധാരണ തൊഴിലാളി പോലും ചിന്തിക്കുന്നത് എങ്ങനെ പണിയെടുക്കാണ്ട് പണം ഉണ്ടാക്കാൻ. നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം മുഴുവൻ അതിനെ സപ്പോർട്ട് ചെയ്യുക അല്ലേ? പ്രീണിപ്പിക്കുക, പ്രീണനമാണ്. തൊഴിലാളിയെ അവൻ്റെ എത്തിക്സിനെ വിട്ട് പ്രീണിപ്പിക്കുന്നു, എളുപ്പത്തിൽ കാശുണ്ടാക്കാനുള്ള വഴി. അല്ല, എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ മേളിലത്തെ ആൾക്കാരെ നോക്കാത്ത, നമ്മുടെ താഴെ കിടന്ന് നരകിക്കുന്ന ആൾക്കാരെ നോക്കാറില്ല എന്നൊക്കെ എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളൊരു സംഭവം തന്നെയാണ്. അത് നമ്മുടെ തൊട്ടടുത്തിരിക്കുക, നമ്മുടെ അമ്മയെ നോക്കുന്നില്ല, പിന്നെ ഇങ്ങനെ താഴെ ആൾക്കാരല്ലേ? നമ്മുടെ അമ്മയെ, നമ്മുടെ സഹോദരനെ, സഹോദരിയെ, മകനെ, മകളെ നോക്കാതെ എങ്ങനെയാണ് അപ്പുറത്തേക്ക് നോക്കുക? അപ്പം ആദ്യം നമ്മളെ കാണണം. ആദ്യം നമ്മൾ ആരാണ്, നമ്മൾ എന്താണെന്ന് നോക്കണം. പിന്നെ നമ്മളെങ്ങനെ ഉണ്ടായി, നമുക്കെന്താണ്. തൊട്ടടുത്ത് നമ്മുടെ അമ്മയെ നോക്കണം. അമ്മയെ നോക്കുന്നില്ല നമ്മൾ, പിന്നെ നമ്മൾ ആരെയും നോക്കുക? ഒരു ഇതില്ലേ, അന്യരിൽ നന്മ കാണാൻ കണ്ട് സന്തോഷിക്കുവാൻ വെളിച്ചം തരണമെന്ന്. സാറിൻ്റെ അമ്മ സാറിൻ്റെ ലൈഫിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സാർ? ഇപ്പം അമ്മേനെ പറ്റി ഒരുപാട് പറഞ്ഞു, അമ്മമാരെ ആരാധിക്കണമെന്ന്. അമ്മ എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അമ്മയെക്കുറിച്ച് മാത്രമല്ല ഞാൻ സംസാരിക്കും, ലോകത്തിലെ സർവ്വ സ്ത്രീകളെ കുറിച്ചായി പറയുന്നത്. ലോകത്തിലെ സർവ്വ സ്ത്രീകളെ കുറിച്ച് എൻ്റെ അമ്മയും എനിക്ക് തന്നതല്ല എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ ഊർജ്ജം, എൻ്റെ അമ്മയുടെ ആത്മാവ്, ശരീരം, ഇതൊക്കെ രക്തം, ഇതൊക്കെ തന്നാണ് ഞാൻ ഉണ്ടായത്. എൻ്റെ അമ്മ ഇതുപോലെ തന്നെ, എൻ്റെ അമ്മ ഒത്തിരി ശാഠ്യക്കാരിയായിരുന്നു. അതെൻ്റെ അമ്മയുടെ ഒരു ജീവിതത്തിൻ്റെ ദുരന്തങ്ങളൊന്നും ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീയാണ്. പനിന്ന് കൊണ്ട് കുറച്ച് ശാഠ്യക്കാരി, നല്ല തല്ലലില്ലായിരുന്നു. എന്നിട്ട് പിച്ചും പിന്നീല ആ ഭാഗത്തുള്ള പിന്നെ ഒരുപാട് അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരിക്കലും ഒരു അമ്മയുടെ ഒരു വാക്ക് ലംഘിക്കാൻ ഞാനിത് ഇല്ല. ലംഘിച്ചാൽ തന്നെ എനിക്ക് സങ്കടം വരും. അമ്മയെ വിഷമിപ്പിച്ചല്ലോ നമ്മൾ. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ സിനിമയ്ക്ക് പോകണമെന്ന് ചിലപ്പോൾ എപ്പോഴും സിനിമയ്ക്ക് പോകാൻ കാശൊന്നുമില്ല. ഞാനപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 50 പൈസയൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറുവേദന ഉണ്ടാവും. അഭിനയിക്കും. അത് എല്ലാവരും അഭിനയിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ നല്ല അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ വയറുവേദന ആകുമ്പോൾ പാവം അന്ന് ആശുപത്രി പോകും. അപ്പോൾ ഈ സർക്കാർ ആശുപത്രിയിലാണ് പോകും. അപ്പോൾ സർക്കാർ ആശുപത്രി പോകും. സർക്കാർ ആശുപത്രി പോയിട്ട് വയറുവേദന ഇത് മേടിച്ചിട്ട്, അപ്പോൾ ചുവന്ന വെള്ളം കിട്ടുന്നത്, എത്ര കഴിച്ചാലും കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് ആ മരുന്ന് മേടിച്ചിട്ട് നേരെ സിനിമയ്ക്ക് കയറും. സിനിമ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര കുറ്റബോധ. എന്താ നോണ പറഞ്ഞിട്ട് സിനിമ കാണുന്നത് വരെ ആ ആവേശത്തിലാണ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കുറ്റബോധ. എന്നിട്ട് വീട്ടിൽ വന്നാൽ ഈ കുറ്റബോധം കൊണ്ട് നമ്മൾ ഒരുപാട് ജോലിയൊക്കെ എടുക്കും. മുറ്റടിക്കും, എനിക്കറിയാം മുറ്റടിക്കാൻ അറിയാം, അമ്മ പഠിപ്പിക്കും. മുറ്റടിക്കാൻ അറിയാം, അകടിക്കാൻ അറിയാം, അലക്കാനും ഒക്കെ എനിക്ക് അറിയാമായിരുന്നു. അരയ്ക്കാൻ അറിയാം, അങ്ങനെയൊക്കെ അറിയാമായിരുന്നു. ഇതൊക്കെ അപ്പോൾ അമ്മ ഇതൊക്കെ വളരെ ഞാൻ മുറ്റടിക്കാനുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ അയ്യേ അപ്പോൾ അമ്മ കൊണ്ട് പറയുന്നത് ഞാൻ മുറ്റടിക്കില്ല, ആൺകുട്ടികൾ മുറ്റടി. ആരുടെ പറഞ്ഞു ആൺകുട്ടികളെ മുറ്റടിക്കാൻ? എടാ മഹാത്മാഗാന്ധി കക്കൂസ് കഴിയുന്നുണ്ട്. മഹാത്മാഗാന്ധി കക്കൂസ് കഴുകി പിന്നെ നിനക്ക് മുറ്റടിക്കാനാണ് ബുദ്ധിമുട്ട്. മഹാത്മാഗാന്ധിയാണ് നമ്മുടെ ഒരു പ്രതീകമായി. നമ്മുടെ സമൂഹത്തിന് പ്രതീകമല്ല, ഗാന്ധി നമ്മുടെ ഒരു പ്രതീകമല്ല. കുട്ടികളൊക്കെ പരിഹാസത്തോട് പറയുന്ന ഒരാളാണ് അല്ലേ? അപ്പം നമ്മൾ അങ്ങനത്തെ ഈ ബിംബങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സൊസൈറ്റിക്ക് വെച്ചൊരു തകരാറാണ്. അത് ചെയ്യില്ല തമിഴ്, മലയാളി ചെയ്യില്ല. മലയാളി അങ്ങനത്തെ അവർ നല്ല ബിംബങ്ങളെ ഒരിക്കലും
അതുപോലെ അതുകൊണ്ടാണ് ഇന്നും ഈ ചെറിയ കുട്ടികളുടെ ഉള്ളിലും MGR വലിയ ആളാണ്. അതെ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഉള്ളിലും MGR വലിയ ആളാണ്. അവിടെ ഭാഷ, അവരുടെ തമിഴ് ലാംഗ്വേജും അവർക്ക് ഭയങ്കര പാഷനേറ്റ് ആണ്. ഭയങ്കര എല്ലാം പാഷനേറ്റ് ആണ് ഭയങ്കര. അതെ. അപ്പോൾ അങ്ങനെ സർവ്വലോകത്തെ അമ്മയെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ അവരെ ശീലിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യാൻ. എനിക്ക് ചീട്ടുകളി അറിയില്ല, ചീട്ടുകളിക്ക് അറിയില്ല. എൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അന്ന് അമ്മ പറയണം ചീട്ട് കളിക്കരുത്, ചീട്ട് കളിക്കുന്നത് റൗഡികൾ മാത്രമേ ചീട്ട് കളിക്കുള്ളൂ അമ്മ എനിക്ക് അന്ന് പഠിപ്പിച്ചത്. അപ്പോൾ റൗഡി അല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ചീട്ടുകളി പഠിച്ചിട്ടില്ല. ഇന്നും എല്ലാവരും പലരും എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ചീട്ടുകൾ വളരെ എളുപ്പത്തിൽ ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ചീട്ടുകളി പഠിക്കരുത്. അമ്മ പറഞ്ഞ വാക്കെന്ന് ഞാൻ ഓർക്കുന്നു. ചീട്ടുകൾ ഇന്നുവരെ എനിക്കറിയില്ല. പലരും പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല. അതെന്തോ എനിക്ക് അതിനോടൊരു വിമുഖത, കാരണം അത് രേഖപ്പെടുത്തി എൻ്റെ മനസ്സിൽ ചെറുപ്പത്തിൽ. അതങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെടും. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്നത് എൻ്റെ അമ്മ എന്നെ അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ഓരോ അമ്മമാരും ഒരുപാട് മക്കളുടെ സ്വാധീനം ചെലുത്തുന്നു. എൻ്റെ ഭാര്യ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ്. നമുക്കിപ്പോൾ എൻ്റെ ഭാര്യയിലെ എൻ്റെ അമ്മയുടെ നല്ലൊരു അംശമുള്ളതുകൊണ്ടാണ് ഇന്നും ആ സ്ത്രീക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നത്, ആ സ്ത്രീക്ക് എന്നോട് സ്നേഹിക്കാൻ പറ്റുന്നത്, അവരെന്നോടൊപ്പം നിൽക്കുന്നത്. ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വളരെ കുറവാണ്. ഞാനും സിന്ധു തമ്മിൽ വഴക്കിട്ടിട്ട് ഷൗട്ട് ചെയ്തൊരു സന്ദർഭം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ 20 വർഷമായി. ഈ 20 വർഷത്തിനിടയിൽ ഷൗട്ട് ചെയ്തിട്ട് പോയിട്ടില്ല. ചില ചെറിയ ചെറിയ കാര്യങ്ങൾ പരാമർശങ്ങളിലൊക്കെ ചെറുതായിട്ട് നൊമ്പരപ്പെടുത്തുമെന്നല്ലാതെ, ചില പരിഭവങ്ങളിൽ നൊമ്പരപ്പെടുത്തുന്നല്ലാണ്ട് ചില വളരെ സോഫ്റ്റായിട്ട് ചില കടുത്ത വാക്കുകൾ പറഞ്ഞിട്ട് ഇങ്ങനെ, കടുത്ത വാക്കെന്ന് വെച്ചാൽ ചീത്തം തെറിയുന്നല്ലേ. എനിക്കെന്തോ ഞാൻ വല്ലാത്ത ഏകാന്തത തോന്നുന്നു, ആരുമില്ലാന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. അങ്ങനത്തെ വാക്കുകൾ പറയല്ലാതെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതും എൻ്റെ കുട്ടികളോട് അങ്ങനെ തന്നെ. എനിക്ക് തന്നെ അമ്മയെ പോലെയാണ്. ഭാര്യയൊക്കെ രണ്ടാമത് വരുന്നുള്ളൂ, ഇപ്പോഴും അമ്മയെ പോലെയാണ്. ആ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആ ഒരു പരിചരണം ഇപ്പോഴും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി പരിഭവം വരും. എൻ്റെ ഭാര്യ എന്ന നിലയിൽ അവരെന്നെ ഇടപെടില്ല. അതുപോലെ ഞാനായിട്ട് ഇടപെടുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ്. എല്ലാ പെൺകുട്ടികൾക്കും അമ്മയെ പോലെ അവരിൽ നിന്നൊരു അമ്മയുടെ പരിചരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുണ്ട്. സ്ത്രീകൾ എപ്പോഴും ഒരു അച്ഛൻ്റെ പരിചരണം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ അച്ഛനെ പോലെ പെരുമാറുന്നുവെങ്കിൽ അയാളെ വെറുക്കാൻ പറ്റില്ല, സ്നേഹിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ അച്ഛനെ പോലെ പെരുമാറുന്നുവെങ്കിൽ വെറുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അച്ഛനും അമ്മയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും അങ്ങനെ. നമ്മുടെ സുഹൃത്തും ഒരു അച്ഛനെ പോലെയാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ ആൾ വെറുക്കാൻ പറ്റില്ല. ആ സ്നേഹം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, സംതൃപ്തരാണ്. അപ്പോൾ എന്നോട് ചുറ്റും എന്നോട് ബന്ധപ്പെട്ട എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും എല്ലാവരും ഞാനൊരു അമ്മ അനുഭവിക്കുന്നുണ്ട്. നിശ്ചയമായിട്ട് അവർ എന്നിൽ നിന്നൊരു അച്ഛനെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സ്നേഹം പലർക്കും നിഷേധിക്കാൻ പറ്റാത്തത്. എന്നോട് വളരെ സ്നേഹമുള്ള ആളുകൾ ഉണ്ടാകുന്നത്. ഒരുപാട് പെൺകുട്ടികൾ എന്നോട് സ്നേഹമുള്ളവരുണ്ട്, വളരെ സ്നേഹമുള്ളവരുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതൊക്കെ ഈ അമ്മ എന്നുള്ള സംഗതിയാണ്. ഈ അമ്മയെ വണങ്ങുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാനൊരു പ്രത്യേക അമ്മയെക്കുറിച്ചല്ല പറഞ്ഞത്. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അമ്മ. പ്രപഞ്ചം ഉണ്ടായത് തന്നെ അങ്ങനെയല്ലേ, ഒരമ്മയിൽ നിന്നാണ്. ഇപ്പോഴും പ്രപഞ്ചം നിലനിൽക്കുന്ന സ്ത്രീയിലൂടെയല്ലേ. അപ്പോൾ അത് സ്ത്രീ മനസ്സിലാക്കണം. എല്ലാവരോടും അമ്മയെപ്പോലെ പെരുമാറും. നിങ്ങളുടെ അച്ഛനോട് അമ്മയെപ്പോലെ പെരുമാറി നോക്കൂ. അച്ഛനോട് അമ്മയെപ്പോലെ പെരുമാറുന്നത് അത് ഭയങ്കര ഷായിരിക്കും. അങ്ങനത്തെ കുട്ടികളാണ് അച്ഛന്മാർ ഭയങ്കര അടുപ്പത്തിലായിരിക്കും. പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അച്ഛന്മാരോട് കൂടുതൽ അറ്റാച്ച്മെന്റ് അത് സ്വാഭാവികം. അത് നമ്മുടെ മറ്റേ സെക്സിൻ്റെ പ്രത്യേകതയായിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ അമ്മയെ പോലെ ആയി നോക്കൂ. ഒരു അമ്മയെ പോലെ നോക്കി അച്ഛൻ ഇത്തിരി എണ്ണയൊക്കെ തേപ്പിച്ചു കൊടുത്ത് എൻ്റെ അമ്മയെ അതെ. അല്ല, അങ്ങനെ ചിന്തിക്കാനിരുന്നാൽ മതി. നമ്മളെപ്പോഴും ഒരു ലക്ഷ്യം കണ്ടിട്ടാണ് അത് ചെയ്തത്. അപ്പോഴാണ് അത് മനസ്സിലാക്കപ്പെടും. ഇന്നലെ നാളെ മനസ്സിലാക്കപ്പെടും. മനഃപൂർവ്വം നമ്മളൊരാളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യം കാണാൻ വേണ്ടി ചിരിച്ച് കാണിച്ചാൽ അത് ശരിക്കും ചിരിക്കാൻ തോന്നിയാൽ മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ. നമ്മള് പറമ്പ് നടന്ന് കാണാമെന്ന് പറഞ്ഞാൽ വന്ന് സംസാരിച്ചോടെ സ്റ്റക്കായി പോയി. സാർ നമ്മൾ എന്തെല്ലാം കാണിക്കോ ഇവിടെ എല്ലാം? പിന്നെന്താ. ഈ കുളത്തിന് നീന്തും. ഞാൻ അവന്മാരെ ഇതിനെ മുകളിൽ കൊണ്ടിട്ട് തല്ലിയിടും. ആഴുണ്ട്, എന്തിനെ പറ്റി നമുക്ക് പിടിക്കാമല്ലോ. അങ്ങനെ അവരെ നീന്തൽ പഠിപ്പിച്ചു.
ആനക്കുളം. ഇത് നമ്മുടെ അവിടെ ഒന്നും ഇല്ല. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉള്ളൊരു ആ പേര് ഒരുത്തിന് ഭയങ്കര പേടിയായിരുന്നു. ആ ആ പേടി മാറ്റിയത് അങ്ങനെയാണ്, തള്ളിക്കിട്ടോ. തള്ളി അങ്ങോട്ട്. അപ്പം മുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വതസിദ്ധമായി മുങ്ങി പോകാൻ നമ്മൾ എന്ത് ചെയ്തിരിക്കും. അങ്ങനെയാണ് ഇത് പഠിക്കുക. നിറയെ മാങ്ങ ഉണ്ട്. നാട്ടുമാവാണത്. നല്ല നീരുണ്ടാവണ മാങ്ങയില്ലേ, ചെറിയ മാങ്ങ. ഇതിൻ്റെ രുചി പറയാൻ പറ്റില്ല, അത്ര ഗംഭീര. നല്ല മണമായി ഈ മാങ്ങയ്ക്ക് അല്ലേ. മാമ്പഴ പുളിശ്ശേരി ചോട്ടിലിരുന്നിട്ടായിരിക്കുമല്ലേ സാറേ ഞാൻ ചിലപ്പോൾ ഈ ഉഷ്ണം കൂടുമ്പോഴേ, വല്ലാതെ ഉഷ്ണം കൂടുമ്പോൾ ഞാനിവിടെ കസേരയിട്ട് അവിടെ ഇരുന്ന് എഴുതാൻ നോക്കാറുണ്ട് പലപ്പോഴും. എനിക്ക് കൂട്ടിന് വേറെ വല്ല വായിക്കാൻ ബെസ്റ്റാ, വായിക്കാൻ നല്ല വായിക്കാൻ നല്ല സുഖമാണ്. പിന്നെ പാമ്പൊക്കെ ഒരു ഇടയ്ക്ക്, അതാ ചോദിച്ചാൽ വലിയ കൂട്ടുകാരൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. പാമ്പൊന്നും നമ്മളെ ഉപദ്രവിക്കില്ല, വെറുതെ പറയുന്ന. പാമ്പ് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ അവരെ സ്വന്തം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. അത്രേ ഉള്ളൂ, അവരെ ഉപദ്രവിക്കാതെ മാത്രം മതി. മതി. ഒരിക്കലും പാമ്പ് നമ്മൾ ഉപദ്രവിക്കില്ല. നല്ല എനിക്ക് പാമ്പിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേടിയാ, കാര്യം അറിയാം ഉപദ്രവിക്കില്ല, എന്നാലും പേടിയാ. സാറിന് ഇപ്പം നമ്മൾ യൂത്തിൻ്റെ ഇപ്പോഴത്തെ യൂത്തിനെ പറ്റിയിട്ട് അവരുടെ മൂല്യം അല്ലെങ്കിൽ മോറൽ വാല്യൂസ് വരുന്ന കുറവിനെ പറ്റിയൊക്കെ സാർ ഒരുപാട് സംസാരിച്ചു, ഈ വിഷുവിനായിട്ട് ബന്ധപ്പെട്ട്. സാറിന് സിനിമകളെ പറ്റി നമ്മൾ ഇതുവരെ ഒന്നും സംസാരിച്ചില്ല. ഞാൻ പലപ്പോഴും പല സ്ഥലത്തും വായിച്ചും പറഞ്ഞു കേട്ടു വെക്കാറുണ്ട്. സാറിൻ്റെ ആ ഒരു സ്കൂൾ ഓഫ്, ഇപ്പോൾ ഒരു പുതിയ കുട്ടി അഭിനയിക്കാൻ വരുമ്പോൾ സാറിൻ്റെ ആ ഒരു സ്കൂൾ ആ കുട്ടീനെ പഠിപ്പിച്ചെടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ്. അതെങ്ങനെ സാറ് മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യാസമാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഒരിക്കലും കുട്ടികളെ അഭിനയം പഠിപ്പിക്കാറില്ല. പിന്നെ അവരെങ്ങനെ ഒരു നടിയാക്കാം എന്നാണ് നോക്കുക. ഓരോന്നും ഓരോ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഗായകൻ എങ്ങനെ ഉണ്ടാകുന്നു, ഒരു ഗായകൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദ തരംഗങ്ങളോട് അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ശ്രുതിയോട് അവൻ്റെ അഭിനിവേശമാണ് ഒരാളെ ഗായകനാക്കുന്നത്. നിറങ്ങളോടുള്ള അഭിനിവേശമാണ് ഒരാളെ ചിത്രകാരനാക്കുന്നത്. അങ്ങനെ ഓരോ ആറ്റിറ്റ്യൂഡുകളുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു നടിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ അടുത്ത് അഭിനയിക്കാൻ വരുന്ന നടനോ നടിക്കോ അഭിനയശേഷി വേണ്ട എന്നാണ് ഞാൻ പറയാം. ഇതിനു മുമ്പ് ഒരു അഭിനയശേഷിയും വേണ്ട. ഞാൻ വരുന്ന കുട്ടികൾക്ക് പലരും, ഇപ്പോൾ മഞ്ജു മാത്രമേ എന്തെങ്കിലും ഡാൻസോ കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരു കുട്ടികൾക്കും യാതൊരു ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അല്ല, പക്ഷെ ഒരു കുട്ടി മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു എന്താ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എന്തെങ്കിലും സാറിന് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് ഇന്ന കുട്ടി. അല്ല, ഞാൻ ആദ്യം നോക്കുന്നത് രൂപം. നടിക്ക് ചേർന്ന രൂപമുണ്ട്. ഫിസിക്സ് പ്രത്യേകിച്ച് മുഖമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എക്സ്പ്രസീവ് ആയിരിക്കണം. മുഖത്തിൻ്റെ ഷേപ്പ്, ജോയുടെ ഷേപ്പ്, മസിൽ എങ്ങനെ ഇരിക്കുന്നു, കണ്ണെങ്ങനെയാണ്, താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടെങ്കിൽ നോക്കും. എല്ലാ പരീക്ഷയും ഞാൻ അതിന് ഫോട്ടോ വാങ്ങിയിട്ട് എനിക്ക് എപ്പോഴും ഫോട്ടോ ആണ് ഞാൻ പ്രധാനമായിട്ട് നോക്കുക. ഫോട്ടോയിൽ ഞാനിങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഒരാളുടെ മുഖം. ആ മുഖത്ത് എന്താണ് ദോഷം, എന്താണ് ഗുണം എന്ന് നോക്കും. എന്നിട്ട് നമുക്ക് ചില ദോഷങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മുഖമാണെങ്കിൽ പിന്നെ എനിക്കറിയുന്നത് ആ കുട്ടിയുടെ മനസ്സെങ്ങനെയാണെന്ന്. അതെങ്ങനെ അറിയാൻ പറ്റും? അത് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. ഓരോ കാര്യം കൊടുത്ത് വെറുതെ സംസാരിക്കാൻ പറ്റും. എങ്ങനെയാണ് ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് ജീവിതത്തിലുള്ള ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് അവരുടെ അനുഭവതലം എങ്ങനെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട അനുഭവതലം, വളരെ പ്രധാനപ്പെട്ട. മീരയുടെ എനിക്ക് ഏറ്റവും മീരയ്ക്ക് നല്ല അനുഭവതലം ഉണ്ടായിരുന്നു. അതാണ് പോസിറ്റീവ്. അത് മനസ്സിലാക്കുന്ന ബാല്യത്തിൽ അവൾ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയണം. അതാണ് ഞാൻ ഇതാക്കുന്നത്. ബാല്യത്തിൽ എങ്ങനെയായിരുന്നു ജീവിതം, എന്തൊക്കെയായിരുന്നു ജീവിതം, ആഹാരത്തോടുള്ള താല്പര്യം എങ്ങനെയാണ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ ആഹാരം തന്നെ വേണ്ട, രുചിബോധമില്ല കുട്ടികൾ. മീരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ നടിയായിട്ടും അവളുടെ രുചിബോധം ഭയങ്കരതാണ്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. ചിലപ്പോൾ അവളിങ്ങനെ ഈ ആഹാരം ഞാനിങ്ങനെ തൈരൊഴിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു അത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആഹാരത്തോടുള്ള പ്രതിപത്തി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ രസബോധങ്ങളോടുള്ള നമ്മുടെ പ്രതിപത്തി ആണ് ഒരാൾ ആർട്ടിസ്റ്റാക്കുന്നത്. എല്ലാ രസങ്ങളോടും, അത് ആഹാരത്തോട് മാത്രമല്ല, ഈ രസബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു സൂത്രവിദ്യയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് കുറച്ച് സമയം എടുക്കും. അവരെ അനുഭവത്തലം വികസിപ്പിക്കാൻ നോക്കും, അവരെ കാഴ്ച വികസിപ്പിക്കാൻ നോക്കും, നന്നായിട്ട് കാണാൻ ശീലിപ്പിക്കും, അവരെ നന്നായിട്ട് ഗന്ധം ശ്വസിക്കാൻ അനുഭവിക്കാനുള്ള ശേഷി ഉണ്ടാക്കും, രുചി അനുഭവിക്കാനുള്ള ശേഷി ഉണ്ടാക്കും, കേൾവിയുടെ ശക്തി കൂട്ടും. പഞ്ചേന്ദ്രിയങ്ങൾ കറക്റ്റാക്കും. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കറക്റ്റാക്കിയാൽ ഒരാൾ ഏത് മേഖലയിലും ഗംഭീരനാവും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക എക്സ്പീരിയൻസ് ഇല്ല, അവർക്ക് എല്ലാം അവരെ പഞ്ചേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നില്ല.
മെക്കാനിക്കലായിട്ട് പഞ്ചായത്ത് വർക്ക് ഇപ്പോൾ Observation ഇല്ല, ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ താക്കോല് പോയി ഒന്ന് നോക്കി കുട്ടികളെ നോക്കിയിട്ട് കാണാനില്ല കേട്ടോ. മെനക്കെടില്ല. അതന്നെ. അവരുടെ കണ്ണ് കാഴ്ചയുണ്ടാവില്ല, അത് അവിടെ കിടക്കണ്ടാവും, കാണാൻ പറ്റില്ല. അത് കേട്ടോ? ഞാൻ കേട്ടില്ല, കേൾവിയില്ല. അതേസമയം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ അതാണ് ഈ ഓണം, നേരത്തെ ഓണക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികൾ പൂ പറിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഭയങ്കര. കാരണം ഓരോ കാല് വയ്ക്കുമ്പോൾ അവർക്കറിയാം ഇവിടെ എവിടെയെങ്കിലും ചിലപ്പോൾ പാമ്പുണ്ടാവും. കാരണം ഈ പുൽപ്പടർപ്പിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകുന്നത് പൂ പറിക്കാനായിട്ട്. പിന്നെ അവരുടെ കാഴ്ച വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി. നോക്കുക അവിടെ ഒരു ചെറിയ ചുമന്ന പൂ നിൽക്കുന്നത് കാണാൻ പറ്റും. സാധാരണ നമ്മളിപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ നോക്കിയിട്ട് അവിടെ പൂവുണ്ടോ, എവിടെ പൂ കാണാൻ പറ്റില്ല, കടയിൽ പോയി മേടിച്ചോണ്ട് കാണാൻ പറ്റില്ല. അവർക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് അവർക്ക് നമ്മളൊക്കെ കാക്കപ്പൂ എന്നൊക്കെ പറഞ്ഞ് ചെറിയ പൂവാ, കുഞ്ഞു പൂവാ. ഇതൊന്നും സാധാരണ കുട്ടികളെ കണ്ണിപ്പെടില്ല. പക്ഷെ പൂ പൊട്ടിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ കണ്ണിലത് പെടും. അവനതാ നോക്കുന്നത്, അവനതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ എക്സ്പീരിയൻസാണ്, വലിയൊരു പ്രാക്ടീസ്. അത് അവരുടെ കാഴ്ചയെ വികസിപ്പിക്കുന്നു, കാഴ്ചശക്തിയെ. പിന്നെ നിറങ്ങളുള്ള ഒരു ആഭിമുഖ്യമുണ്ട്. ഈ നിറങ്ങളുടെ ആഭിമുഖ്യമാണ് അവർ ഒരു പൂക്കളത്തിൽ ഉണ്ടാക്കുന്നത്. വളരെ ക്രിയേറ്റീവാക്കുക അവരെ, മനസ്സിലായോ? പിന്നെ ഇതുപോലെ തന്നെ പാമ്പ് അല്ലെങ്കിൽ അരണ അല്ലെങ്കിൽ പഴുതാര അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ക്ഷുദ്ര ജീവികളോടൊക്കെ ഉള്ള അവരുടെ മനോഭാവം, അതിനൊക്കെ അവർ വളരെ സൂക്ഷിക്കും. അപ്പോൾ അങ്ങനെ ഈ പൂ പറിക്കാനൊക്കെ നടക്കുന്ന കുട്ടികൾ ഒരിക്കലും പാമ്പ് പിടിക്കില്ല, അവരത്ര സൂക്ഷ്മമായിട്ടാണ്. അതുപോലെ ഇപ്പോൾ വനപ്രദേശത്ത് ജീവിക്കുന്ന ഇപ്പോൾ വയനാട്ടിലേക്കുള്ള വയനാട്ടിലെ കുട്ടികളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കാരണം അവരുടെ അനുഭവത്തിൽ അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ വളരെ സ്ഫുടമായിരിക്കും. അവർക്ക് പെട്ടെന്ന് നല്ല ക്രിയേറ്റീവ് ആവാൻ പറ്റും. അപ്പം അങ്ങനെ അത് ഈ ഗ്രാമങ്ങളിലൊക്കെ വരുന്ന, അതാണ് ഈ നഗരങ്ങളിൽ വരുന്ന കുട്ടികൾക്ക് പലപ്പോഴും ഈ പഞ്ചേന്ദ്രിയങ്ങൾ സ്ഫുടമല്ല. അതാണ് എൻ്റെ തകരാറ്. ഇത് ഉണ്ടാക്കിയെടുക്കലാണ് എൻ്റെ സൂത്രം. അതിന് ചില കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാ കുട്ടികളും ഞാൻ അടിസ്ഥാന സംഗീതം പഠിപ്പിക്കും, സ്വരസ്ഥാനങ്ങളെല്ലാം പഠിപ്പിക്കും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പുറത്തുനിന്ന് വിചാരിക്കും ഇയാൾക്ക് എന്താ വട്ടാണിത്, അപ്പോൾ എന്നെ വെറുതെ സംഗീതം പഠിപ്പിക്കും രാവിലെ എഴുന്നിട്ട്. അതെ, പാട്ടുകാരെയൊക്കെ എല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് അവരുടെ ശബ്ദം എവിടെ നിന്ന് പുറപ്പെടുന്നു, ശബ്ദം നാഭിയിൽ നിന്ന് പുറപ്പെടുന്നത്, ശബ്ദബന്ധം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഈ നമ്മുടെ ശരീരം ഒരു ഗാത്ര വീണ പോലെയാണെന്നാണ് പറയുന്നത്. ശരീരം ഒരു വീണ പോലെയാണ്. ആ വീണയുടെ ചില ഭാഗത്താണ് ശബ്ദതരംഗങ്ങൾ ഉണ്ടാകുന്നത്. ഇത് കറക്റ്റ് ചെയ്യപ്പെട്ടാൽ അയാൾക്ക് രോഗം ഉണ്ടാവില്ല, അറിയാം. നോക്കിക്കോളൂ, സംഗീതജ്ഞർക്ക് ഏറ്റവും കൂടുതൽ ആയുസ് ഉണ്ടാവുക. ഇപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി കണ്ടില്ലേ, 90 വയസ്സായി. സ്വാമിക്ക് ഇപ്പോഴും ഒന്നുമില്ല, ചെറിയ കുട്ടിയെ പോലെ ഓടി നടക്കില്ലേ. കാരണം ഗാത്ര വീണ, അതിങ്ങനെ ശ്രുതി ചേർന്ന വീണ. അപ്പോൾ അതിനെങ്ങനെ പ്രത്യേകിച്ച് ഇന്ന പരിപാടികളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ടിപ്സ് പോലെയാണ് സാർ? അത് ക്ലാസ് ആയിട്ടാണ് എടുക്കുന്നത്? അങ്ങനെ ക്ലാസ് ആയിട്ട് എടുത്ത് ബോറടിക്കും. വെറുതെ സംസാരിക്കാൻ ഏറ്റവും നമ്മളോട് ആഭിമുഖ്യം ഉണ്ടാവണം കുട്ടികൾക്ക്. മിക്കവാറും എല്ലാ കുട്ടികളും എന്നോട് ഭയങ്കര വളരെ അടുപ്പവും, പെട്ടെന്ന് അടുപ്പവും, എന്നോട് വളരെ അടുപ്പവും. പക്ഷെ പുറത്ത് നോക്കുന്നവർ ഇത് ഇവൻ തകരാറാണല്ലോ എന്ന് തോന്നും. പുറത്ത് നോക്കുന്നവർക്ക് തകരാറ്, അവർക്ക് ഞാൻ ഒന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. സ്ത്രീയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും ഒരൊറ്റ കാര്യം ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതൊരു കഴിവുകേടാണ്. അത് അവർ നമ്മുടെ മനസ്സിൽ എന്താണോ അതാ മറ്റുള്ളവരിൽ കാണാൻ പറ്റുള്ളൂ. അപ്പം അതിലൊരു ഒരു സ്ത്രീയും ഒരു പുരുഷനും പോണാണ്ടാൽ സാധാരണ ആൾക്കാർ പറയുന്നത് തകരാറാണല്ലോ, അതാ ചിന്തിക്കാറ്. അവരുടെ മനസ്സിലതാ കേസ് കേട്ടാണല്ലോ എന്തോ. അവരുടെ ഉള്ളിൽ ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ സിനിമയിലൊക്കെ നമ്മളൊക്കെ ഒരു കുട്ടിയോട് നമ്മൾ വളരെ അടുത്തിടപെടുന്നു. അപ്പോൾ ഈ കാണുന്നവരുടെ മുന്നിൽ എന്താ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ, അപ്പോൾ അയാൾ അത് തന്നെ ചെയ്യുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. പുതിയ ചിത്രം ഞാനിപ്പോൾ എഴുതി കഴിഞ്ഞത് മോഹൻലാലിനെ വെച്ചിട്ട് ഞാൻ പടം ചെയ്യുന്നു. അത് ചോദിക്കാനിരിക്കുന്നു. സാറിനെയും ലാലേട്ടനെയും പിന്നെ സിബി സാറിന്റെയും വലിയ ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാളത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ വല്ല ഫ്യൂച്ചർ പ്രോജക്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വന്നപ്പോഴാണ്. ഞാൻ സിബിയും കൂടെ ഒരു പടം ചെയ്യുന്നുണ്ട് ലാലിനെ വെച്ചിട്ട്. അത് അടുത്ത വർഷം നടക്കുള്ളൂ. ഞാനിപ്പോൾ മോഹൻലാലിനെ വെച്ച് ഞാൻ ചെയ്യുന്നൊരു പടമുണ്ട്. ജോണി സാഗരിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എഴുത്തിലാണ് ഞാനിപ്പോൾ എഴുത്തിലായിരുന്നു. പിന്നെ ഞാൻ മമ്മൂട്ടിയെ വെച്ച് തന്നെ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജിനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ദിലീപിനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഈ അടുപ്പിച്ച് ചെയ്യുന്നത് പൂർവ്വജൻ്റെ 10 കൊല്ലമായിട്ട് ഞാനിങ്ങനെ ഈ സൂപ്പർ സ്റ്റാറുകൾ വെച്ച് ചെയ്യാറില്ല. അതെ, കാരണം അതെന്തെങ്കിലും പുതിയ കുറച്ച് ആൾക്കാരുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ട. അപ്പം നമ്മൾ വേണ്ടാത്തൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പണിയെടുത്തിട്ട് കാര്യം അതിൻ്റെ റിസൾട്ട് ഇല്ലെങ്കിൽ നമുക്ക് വിഷമാവും. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള പോപ്പുലറായുള്ള താരങ്ങളെ വെച്ചിട്ട്
അവരുടെ താരമൂല്യം എനിക്ക് വേണ്ട. അതിപ്പോൾ മോഹൻലാൽ എന്നുള്ള ആക്ടറെ വെച്ചിട്ട്, അവരുടെ ടാലൻസിന് മോഹൻലാൽ സൂപ്പർ സ്റ്റാറിനല്ല, മോഹൻലാൽ ആക്ടറെ വെച്ചിട്ട് പടം ചെയ്യുന്നത്. മമ്മൂട്ടി എന്നുള്ള ആക്ടർ, ഒരു ആക്ടർ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതെ അതെ അതെ. ഇപ്പോഴാണ് ഒരു വെറും സൂപ്പർ സ്റ്റാർ മാത്രമായി പോയത്. അപ്പോൾ അവരുടെ ആ അഭിനയശേഷിയെ മുതലാക്കുന്ന ഒരു 2-3 പടങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചു. സാറിന് ഒരുപാട് സന്തോഷമല്ലേ ഇത് വിഷുവിനെ പറ്റി സംസാരിച്ചു തുടങ്ങി. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് നമ്മൾ ജീവിക്കാൻ, നമ്മളെ പിന്നെ കൂടുതൽ നന്നായി ജീവിക്കാനായിട്ടുള്ള. കൂടാണ്ട് ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഈ സിറ്റിയിൽ മറ്റേ വണ്ടികളുടെ അതൊക്കെ മാറി ഇപ്പൊ ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പറഞ്ഞ ഈ കുളവും അമ്പലവും മാങ്ങയും പ്രത്യേകിച്ച് നമ്മള് വിഷു ഓണൊക്കെ ഇങ്ങനത്തെ ഓരോ പരിപാടികൾക്ക് പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആംബിയൻസിലെ സ്ഥലങ്ങളൊക്കെ വരണേ. അപ്പൊ അതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ, അതുകൊണ്ടാണ് നിങ്ങളുടെ അനുഭവം എല്ലാം ചുരുങ്ങിയിരിക്കുന്നത്. അത് വലുതാക്കണം. എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആയി പോയതല്ലേ. അല്ല, നമ്മളായപ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ അങ്ങനെ ആവണം. നിങ്ങൾ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുത്തോളൂ, നിങ്ങളുടെ അനുഭവത്തെല്ലാം നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ആവാൻ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഡിഗ്രിയുള്ള ഡോക്ടർമാരുണ്ട്, പക്ഷേ ചികിത്സ അറിയില്ല. അവരുടെ അനുഭവത്തെല്ലാം കുറവാണ്, അവരുടെ ആലോചന കുറവാണ്, പഞ്ചേന്ദ്രിയങ്ങൾ വീക്കുവാണ്. പഞ്ചേന്ദ്രിയങ്ങൾ പ്രബലമാക്കുക. ഈ പുതിയ കുട്ടികളുടെയൊക്കെ അങ്ങനെ, എനിക്കങ്ങനെ ഒരു സങ്കല്പമുണ്ട്, ഒരു സ്കൂൾ തുടങ്ങണമെന്നെങ്കിലും പഞ്ചേന്ദ്രിയങ്ങൾ പിന്നെ അവർ പഠിച്ചോളൂ. പഠിക്കലൊക്കെ ഞാൻ വെറുതെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ പഠിക്കാനുള്ളത്, അല്ലേ? ഇപ്പം നമ്മൾ ക്ലാസ്സിലും കോളേജിലും പഠിക്കുന്ന അവർ വല്ലാണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നൊന്നുമില്ല. പുസ്തകം നിർത്തിയിട്ട് വായിക്കുന്നു, അതിൻ്റെ അർത്ഥം പറഞ്ഞു തരുന്നത് ഇത് കൂടെ ഒന്നുമില്ലല്ലോ. അതല്ല വേണ്ടത്. ഇത് ഏത് കുട്ടിക്ക് എപ്പോഴും ചെയ്യാവുന്ന ഒരു ഡിഗ്രി ഒന്നും ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ പോകുന്ന പടത്തിനും അതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ ഒരു തകർച്ച ഒരു രീതിയുണ്ട്. ആ രീതിയാണ് പലപ്പോഴും മന്ദബുദ്ധികളെങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാന്ദ്യം നമ്മുടെ ശരിക്കും സാമ്പത്തിക രംഗത്തല്ല, മാന്ദ്യം ബുദ്ധിപരമാണ്. അതെല്ലാ രംഗത്തും നമ്മൾ പ്രകടമാണ്. നമ്മുടെ സിനിമയുടെ രംഗത്ത് പ്രകടമാണ്. പുതിയ ആളുകൾ വരുന്നില്ല. അതുപോലെ നമ്മുടെ അധ്യാപകർ പുതിയ നല്ല ആളുകൾ വരുന്നില്ല, നല്ല ഡോക്ടർമാർ വരുന്നില്ല. എല്ലാ രംഗത്തും ഈ ബുദ്ധിപരമായ മാന്യം വലിയ പ്രശ്നമാണ്. സാമ്പത്തിക മാന്യമൊക്കെ നമുക്ക് മറികടന്നെടുക്കാം. ആ സാമ്പത്തിക മാന്യം മറികടക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ബുദ്ധിപരമായ മാന്യം നീക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ രക്ഷപ്പെട്ടുള്ളൂ.